ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഗുരുഭ്യോ നമഃ. അതായത് ശ്രീമദ് ഭാഗവതത്തിലെ പ്രഥമ സ്കന്ധത്തിലെ 6-ാമത്തെ അധ്യായമാണ് അധ്യായത്തിലെ സാരാംശമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഈ അധ്യായത്തിൽ നാരദരുടെ പൂർവ്വജന്മ ചരിത്രമാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. വ്യാസമഹർഷി നാരദരുടെ ഉത്ഭവത്തെയും പ്രവൃത്തിയെയും കുറിച്ച് വീണ്ടും ചോദിക്കുന്നു. അതായത് കഴിഞ്ഞ അധ്യായത്തിൽ നാരദൻ വ്യാസന്റെ സംശയത്തിന്, അതായത് തനിക്ക് മനഃതൃപ്തി വരുന്നില്ല, ഇത്രയും എഴുതിയിട്ടും മനഃതൃപ്തി വരുന്നില്ല, എന്തുകൊണ്ടെന്ന് ചോദിച്ച് അതിൻ്റെ കാരണങ്ങൾ പറഞ്ഞു കൊടുത്തു. അതിൻ്റെ കാരണം എന്തെന്നാൽ, ഭഗവാനെ കീർത്തിക്കുന്നതും ഭഗവാനെ പറ്റി എഴുതുന്നതും ഭഗവാന്റെ കഥകൾ പറഞ്ഞ് ആ ഒരു രചനയ്ക്ക് മാത്രമേ മനസ്സ് തൃപ്തി വരികയുള്ളൂ. അത് മാത്രമേ പരമഹംസന്മാർ അത് വായിക്കത്തുള്ളൂ. അതുകൊണ്ട് അതാണ് നല്ലതെന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോഴാണ് വ്യാസ മഹർഷി നാരദരോട് തൻ്റെ പൂർവ്വ ചരിത്രത്തിനെ പറ്റി പറയാൻ പറയുന്നത്. അപ്പോൾ സന്യാസിമാർ സന്യാസിമാർക്ക് മാരെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവർ ദൂരദേശ ഗമനം ചെയ്യപ്പെട്ടു. ആ അവസരത്തിൽ ബ്രാഹ്മണരെ സേവിക്കുന്ന തൻ്റെ മാതാവ് വേറെ ആശ്രയമില്ലാത്ത ഈ പുത്രനിൽ വാത്സല്യം കാണിച്ചിരുന്നു. ആ ബാലൻ ആ ബ്രാഹ്മണ സമൂഹത്തിനിടയിൽ അമ്മയോടുള്ള വാത്സല്യം കഴിച്ചു കൂട്ടി. അങ്ങനെ പശുവിനെ കറക്കാൻ പോയ അമ്മ സർപ്പത്തിന്റെ കടി മൂലം, അതായത് സർപ്പസ്പർശം മൂലം മരിച്ചു. ഭക്തന്മാർക്ക് ക്ഷേമത്തിന് വേണ്ടിയുള്ള ഒരു അനുഗ്രഹമായിട്ടേ നാരദൻ കരുതിയുള്ളൂ. അതായത് ഇത് ഭഗവാൻ തനിക്ക് അനുഗ്രഹമാണെന്ന് നാരദൻ വിചാരിച്ചു. സാധാരണ കുട്ടികളെല്ലാം കരയും, പക്ഷെ ഇതങ്ങനെയല്ല. ഭക്തന്മാർക്ക് ഏത് ദുഃഖം വന്നാലും അത് തനിക്ക് ഒരു അനുഗ്രഹമായിട്ട് കരുതുള്ളൂ. അങ്ങനെയാണ് നാരദൻ കരുതിയുള്ളൂ. എന്നിട്ട് വടക്ക് ദിക്കിലേക്ക് പുറപ്പെട്ടു. ഒറ്റയ്ക്ക് സമൃദ്ധിയുള്ള ആ നാട്ടിലേക്കും പർവ്വതങ്ങളെയും പലതരം നല്ല നല്ല കാഴ്ചകൾക്ക് ഒടുവിൽ ഒരു ഘോരമായ വനത്തിൽ എത്തി. ദാഹം കൊണ്ട് വിശപ്പും കൊണ്ട് ക്ഷീണിതനായി. പിന്നെ കയത്തിൽ സ്നാനം ചെയ്ത് വെള്ളം കുടിച്ച് ആചമനം ചെയ്തു തളർച്ച മാറ്റുകയും ചെയ്തു. ആ വിജനമായ സ്ഥലത്ത്, ആ വനത്തിൽ ആചാര്യന്മാർ പറഞ്ഞതനുസരിച്ച് ഒരു വൃക്ഷത്തിന്റെ അടിയിൽ ധ്യാനം ചിരുന്നു. ഭക്തിഭാവത്തിലായി അങ്ങനെ ഭഗവാനെ സ്മരിച്ചു കൊണ്ട് അങ്ങനെ ധ്യാനം ചെയ്തപ്പോൾ ഭഗവാൻ പ്രത്യക്ഷനായി. അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാൻ ആവിർഭവിച്ചു. ആ ആനന്ദത്തിൽ തന്നെയും പരവേശം കൊണ്ടിട്ടും ആ ഭഗവാനെ കണ്ടിട്ട് ഒന്നും തന്നെ പറയാനോ ഒന്നും തന്നെ പ്രതിഫലിപ്പിക്കാനോ ഒന്നും സാധിച്ചില്ല. എന്തെന്നാൽ കണ്ടപ്പോൾ ഒരു ഇതായിരുന്നു, ഭഗവാൻ നമ്മുടെ മുമ്പിൽ വന്നല്ലോ എന്നുള്ള ഭയങ്കര ആനന്ദത്തിലായിരുന്നു. ആ ഭഗവാൻ അപ്രത്യക്ഷമായപ്പോൾ ഉടനെ തന്നെ ഭഗവാൻ അപ്രത്യക്ഷമാവുകയും ചെയ്തു. ഒന്ന് കണ്ണ് നിറയുന്ന മുമ്പ് തന്നെ, അതിനു മുമ്പ് തന്നെ ഭഗവാൻ അപ്രത്യക്ഷമായി. ധ്യാനത്തിൽ നിന്ന് ഉണർന്നു. പിന്നെയും ആ രൂപം കാണുവാനായി വളരെ പരിശ്രമിച്ചു, പക്ഷെ സാധിച്ചില്ല. ആ ഭഗവദ്രൂപത്തെ കാണാൻ ധ്യാനിച്ചു, പക്ഷെ ദുഃഖിതനായി, കണ്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഭഗവാൻ ഗാംഭീര്യവും മാധുര്യമുള്ള ഒരു സ്വരത്തിൽ ഇപ്രകാരം പറഞ്ഞു: ഈ ജന്മത്തിൽ എന്നെ കാണുവാൻ അർഹിക്കുന്നില്ല. ഈ സ്വരൂപം കാട്ടിത്തന്നത് എന്നിൽ ആഗ്രഹം, എന്നെ ഭക്തിയും ആഗ്രഹവും വർദ്ധിപ്പിക്കാനാണ്, ജനിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ ഭക്തൻ വിഷയവാസനകളെ കൈവെടിയുന്നു. അങ്ങനെ അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ തൻ്റെ സ്വരൂപം കാണിച്ചു കൊടുത്തത്. ഈ ജന്മത്തിൽ സജ്ജന സേവ കൊണ്ട് സുസ്ഥിരമായ ബുദ്ധി ഉണ്ടായി കഴിഞ്ഞു എന്ന് വേരൂന്നിയ ചിത്തവൃത്തി ഒരിക്കലും ഉണ്ടായിക്കഴിഞ്ഞാൽ എന്നിൽ വേരൂന്നിയ ആ ചിത്തവൃത്തി ഒരിക്കലും മായത്തില്ല. അങ്ങനെ സജ്ജന സേവ നടത്തണം. പിന്നെ കൽപ്പാന്തകാലത്തിലുള്ള ഓർമ്മയും നിലനിൽക്കും. അങ്ങനെ പരബ്രഹ്മമൂർത്തി ഇത്രയും പറഞ്ഞു അവസാനം പറഞ്ഞിട്ട് പോയി. അങ്ങനെ മംഗളകരമായ തിരുനാമങ്ങളും ഉച്ചത്തിൽ പാടി പുകഴ്ത്തി. പിന്നെ ആഗ്രഹങ്ങളൊക്കെ ഇട്ടവനായി.
ഭൂമണ്ഡലമാകെ സഞ്ചരിച്ചു. ബാലന്റെ ഊഴം വന്നപ്പോൾ, പിന്നെ പോകാനുള്ള ഊഴം, ഭൂമിയിൽ നിന്നും പോകാനുള്ള ആ ഊഴം ബാലന് വന്നപ്പോൾ പെട്ടെന്ന് മൃത്യുദേവത പ്രത്യക്ഷപ്പെട്ടു. ഭഗവത് സംബന്ധമായ പാർഷദ രൂപത്തിൽ ശരീരം നയിക്കപ്പെട്ടുകൊണ്ടിരിക്കെ ഭൂതാത്മമായ പ്രാകൃത ശരീരം താഴെ വീണു. കൽപ്പാവസാനത്തിൽ ഈ ലോകത്തെ ഉപസംഹരിച്ച് പ്രളയം സമുദ്രജലത്തിൽ കിടന്നുകൊണ്ടിരിക്കുമ്പോൾ ശ്രീ നാരായണനിൽ ഗമിക്കുവാൻ വേണ്ടി ബ്രഹ്മദേവന്റെ ഉള്ളിലേക്ക് ശ്വാസരൂപത്തിൽ കടന്നു. അങ്ങനെ 1000 ചതുർയുഗം അവസാനിച്ചപ്പോൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ആഗ്രഹിച്ച് ബ്രഹ്മാവിന്റെ ഓരോരോ ഇന്ദ്രിയങ്ങളിൽ നിന്ന് മരീചി മുതലായ ഋഷിമാരും നാരദനും ജനിച്ചു. മഹാവിഷ്ണുവിന്റെ അനുഗ്രഹത്താൽ 3 ലോകവും പിഴവേൽക്കാതെ ബ്രഹ്മചര്യോടെ ചുറ്റി നടക്കുന്നു. അങ്ങനെ വീണയിൽ പാടിപ്പുകത്തുമ്പോൾ അതിവേഗം ഭഗവാന്റെ ദർശനം പ്രാപിക്കുന്നു. ഹരികഥകളെ അനുവർണിക്കുന്നത് മാത്രമേ സംസാര സാഗരത്തെ കടക്കുവാനുള്ള കപ്പലായിട്ട് കാണപ്പെട്ടുള്ളൂ. നമ്മളെല്ലാവരും ഭഗവാന്റെ കീർത്തനങ്ങൾ പാടണം. ഹരിയുടെ വചനത്താൽ യമം മുതലായ യോഗാഭ്യാസത്തിൽ കിട്ടാത്ത ശാന്തി ലഭിക്കും. നമ്മളിപ്പോൾ അഷ്ടാംഗ യോഗമൊക്കെ ചെയ്താലും ഭഗവാന്റെ എല്ലാവർക്കും അത് സാധിക്കത്തില്ല. അതിനേക്കാളും നമ്മൾ ഭഗവാൻ കീർത്തനകളും ഭഗവാന്റെ കഥകളും അങ്ങനെ സപ്താഹം അങ്ങനെ പോയി നമ്മൾ കേൾക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബലം കിട്ടും. അതായത് ഈ യോഗാഭ്യാസം ചെയ്യുന്നതിനേക്കാളും അതിൻ്റെ ആവശ്യം വരത്തില്ല. നമുക്ക് ഭഗവാന്റെ സാന്നിധ്യം കിട്ടും. അതായത് ഭക്തി ലഭിക്കും, ശാന്തി കിട്ടും. ആ യോഗാഭ്യാസത്തിന് കിട്ടാത്ത ശാന്തി നമുക്ക് ഇതിൽ കിട്ടും. അങ്ങനെ വീണാപാണിയായ നാരദൻ സ്വതന്ത്രനായി യാത്രയായി. ഭഗവാന്റെ കീർത്തി മഹിമയെ പ്രകീർത്തിക്കുന്ന പ്രവർത്തനം കണ്ടു മാത്രമേ വ്യാസമഹർഷിക്ക് ലോകത്തെ അനുഗ്രഹിക്കാനും ആത്മീയ പൂർണ്ണ സംതൃപ്തി നേടുവാനും സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലായി. ഇതോടെ ഈ അധ്യായം സമാപിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.